എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A+B ഗീവ്സ് C+D. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു റിവേഴ്സിബിൾ റിയാക്ഷനാണ്. ഇതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എഴുതാനായിട്ട് നമുക്കറിയണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് Kc is equal to എന്തായിരിക്കും? ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻസ് ഓഫ് പ്രോഡക്ട്സ് ടു ദി പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് ദി കോൺസെൻട്രേഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ മോൾസ് പെർ ലിറ്റർ. Kc is equal to product of products C raised to C into D divided by A into B. കോഎഫിഷ്യൻസ് ഉണ്ടെങ്കിൽ അത് പവറായിട്ട് വരും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പ്രോഡക്റ്റ് ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് reactants, multiplication of concentration of products divided by multiplication of concentrations of reactants. ഇത് ഓർത്താൽ മതി. നമുക്ക് ഏത് ഇക്വേഷൻ കിട്ടിയാലും നമുക്ക് ഇക്വിലിബ്രിയം ലോ എഴുതാനായിട്ട് വരും. ഇതിനെ പറയുന്നതാണ് ഇക്വിലിബ്രിയം ലോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷനാണ് N2 + 3H2 gives 2NH3. അമോണിയ പ്രിപ്പറേഷൻ ഹേബർ സിന്തസിസിൽ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ്. N2 + 3H2 gives 2NH3. നൈട്രജൻ ഗ്യാസാണ്, ഹൈഡ്രജൻ ഗ്യാസാണ്, അതുപോലെ അമോണിയയും ഗ്യാസാണ്. അപ്പോൾ ഇതിൻ്റെ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എങ്ങനെ എഴുതാം? K is equal to or Kc is equal to പ്രോഡക്റ്റ് ഓഫ് പ്രോഡക്ട്സ്. ഇവിടെ ആകെ ഒരു പ്രോഡക്റ്റ് ഉള്ളൂ, NH3 മാത്രമേ ഉള്ളൂ. അപ്പോൾ NH3 കോഎഫിഷ്യൻ്റ് പവറായിട്ട് വരും NH3² ഡിവൈഡഡ് ബൈ N2, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് N2 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2 raised to 3. Kc is equal to NH3² divided by N2, molar concentration of N2 into molar concentration of hydrogen raised to 3. ഇതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അമോണിയ കേസിൽ നമ്മൾ മോളാർ കോൺസെൻട്രേഷൻസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മോൾസ് പെർ ലിറ്റർ ആണ്. ഒരു ലിറ്ററിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്, നൈട്രജൻ അമോണിയ എത്രയുണ്ട്, നൈട്രജൻ എത്രയുണ്ട്, ഹൈഡ്രജൻ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മോൾസ് പെർ ലിറ്റർ, ഒരു ലിറ്ററിൽ എത്രയുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഗ്യാസുകളാണ്. നൈട്രജൻ ഗ്യാസാണ്, ഹൈഡ്രജൻ ഗ്യാസാണ്, അതുപോലെ അമോണിയയും ഗ്യാസാണ്. അപ്പോൾ സാധാരണഗതിയിൽ അക്യൂസ് സൊല്യൂഷനൊക്കെയാണ് മോളാരിറ്റിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സൗകര്യം. അതേസമയം ഗ്യാസൊക്കെ ആണെങ്കിൽ നമുക്ക് പാർഷ്യൽ പ്രഷേഴ്സിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും സൗകര്യം. കാരണം മെഷർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് പ്രഷർ നമ്മൾ മെഷർ ചെയ്താൽ മതി. പ്രഷർ മെഷർ ചെയ്യാനുള്ള എക്യുപ്മെൻ്റ് ഉപയോഗിച്ച് നമുക്ക് പ്രഷർ നമ്മൾ മെഷർ ചെയ്താൽ മതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് പ്രഷറിൻ്റെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാർഷ്യൽ പ്രഷറിൽ അമോണിയയുടെ പാർഷ്യൽ പ്രഷർ PNH3 എന്ന് വിചാരിക്കുക. അതുപോലെ നൈട്രജൻ്റെ പാർഷ്യൽ പ്രഷർ PN2 ആണെന്നും, അതുപോലെ ഹൈഡ്രജൻ്റെ പാർഷ്യൽ പ്രഷർ pH2 ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? അത് Kc ആയിരിക്കില്ല, കാരണം നമ്മൾ ആ ടേം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ പാർഷ്യൽ പ്രഷറിലായതുകൊണ്ട് Kp എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുക. Kp is equal to PNH3², പാർഷ്യൽ പ്രഷർ ഓഫ് NH3². അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പാർഷ്യൽ പ്രഷറിലാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് NH3² ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് N2 ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ റേസ് ടു 3 ആയിരിക്കും. അപ്പോൾ നമുക്ക് പാർഷ്യൽ പ്രഷറിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. കോൺസെൻട്രേഷൻ ഗ്യാഷ്യസ് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്ക് പാർഷ്യൽ പ്രഷറിലും നമുക്ക് ആ ഇക്വിലിബ്രിയം ലോ എക്സ്പ്രസ് ചെയ്യാം. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ദ പ്രഷർ എക്സെപ്റ്റഡ് ബൈ ദി ഗ്യാസ് വിച്ച് ഈസ് ടേക്കൺ അലോൺ ഇൻ ദി സെയിം കണ്ടെയ്നർ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിന് വേറെയും എക്സാമ്പിൾസ് നമ്മൾ നോക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് ഇക്വേഷൻ തന്നെ ഹൈഡ്രജൻ + I2 gives 2Hi. ഇതിലെല്ലാം ഗ്യാസാണ്, ഹൈഡ്രജൻ ഗ്യാസാണ്, അയഡിൻ ഗ്യാസാണ്, ഹൈഡ്രജൻ അയഡൈഡും ഗ്യാസാണ്. ഇക്വേഷൻ എന്തായിരിക്കും? പാർഷ്യൽ പ്രഷർ Kp is equal to പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ അയഡൈഡ്² ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് അയഡിൻ. ഇതായിരിക്കും. ഇനി ജനറൽ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ഇക്വേഷൻ AA + BB gives CC + DD. ഇതിലെല്ലാം ഗ്യാസ് ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്തായിരിക്കും? Kp is equal to partial pressure of C raised to C, partial pressure of D raised to D divided by partial pressure of A raised to A
into partial pressure of B raised to B. Kp is equal to Pc raised to C into Pd raised to D divided by Pa raised to A into Pb raised to B ആയിരിക്കും. അപ്പം നമുക്ക് രണ്ട് വിധത്തിൽ കെ സിയും കെ പി ആയിട്ടും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്കറിയേണ്ടത് കെ സിയും കെ പിയും തമ്മിലുള്ള റിലേഷനാണ്. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി? ഏതാണ് വലുത്? കെ പി ആണോ വലുത്, കെ സി ആണോ വലുത്, രണ്ട് ഈക്വൽ ആണോ? ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ എഴുതാം, ജനറൽ ഇക്വേഷൻ തന്നെ എഴുതാം. എ പ്ലസ് ബി ബി ഗീവ് സി സി പ്ലസ് ഡി ഡി. ഇതിൻ്റെ രണ്ട് എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ പറ്റും. അതായത് മോളാർ കോൺസെൻട്രേഷൻ ടേമിൽ നമുക്ക് എഴുതാൻ പറ്റും, പാർഷ്യൽ പ്രഷർ ടേമിൽ നമുക്ക് ഇക്വിലിബ്രിയം ലോ എഴുതാം. അപ്പോൾ പാർഷ്യൽ പ്രഷറിലാണെങ്കിൽ കെ പി സിക്കൽ ടു പി സി റേസ് ടു സി ഇൻറ്റു പി ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ പി എ റേസ് ടു എ ഇൻറ്റു പി ബി റേസ് ടു ബി ആയിരിക്കും. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് സി റേസ് ടു സി, പ്രോഡക്റ്റ് ഓഫ് പ്രോഡക്ട്സ്, ഇവിടുത്തെ പ്രോഡക്റ്റ് ഏതാണ്? സി, അതിൻ്റെ പാർഷ്യൽ പ്രഷർ പി സി, കോഎഫിഷ്യൻ്റ് പവറായിട്ട് വരും. പി സി റേസ് ടു സി ഇൻറ്റു partial pressure of D raised to D divided by partial pressure of A raised to A into partial pressure of B raised to B. ഇനി കെ സി ആണെങ്കിൽ നമുക്കറിയാം മോളർ സ്ക്വയർ ബ്രാക്കറ്റിലാണ് എഴുതുക. കെ സി സി ഈക്വൽ ടു സി റേസ് ടു സി ഇൻറ്റു ഡി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ എ റേസ് ടു എ ഇൻറ്റു ബി റേസ് ടു ബി. നമുക്കറിയേണ്ട ഇത് തമ്മിലുള്ള റിലേഷൻ അറിയേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അറിയാം. പാർഷ്യൽ പ്രഷർ ഇപ്പോൾ ഒരു കണ്ടെയ്നറിലാണ് ഈ ഗ്യാസുകളൊക്കെ എടുത്തിട്ടുള്ളത്, റിയാക്ട് ചെയ്യാനായിട്ട് ക്ലോസ്ഡ് കണ്ടെയ്നറിലാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിലാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുള്ളൂ നമുക്കറിയാം. ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ എടുത്ത് അതിനൊരു വോളിയം ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, ഗ്യാസ് ആണ് എല്ലാം. അപ്പോൾ ഗ്യാസ് ആണെങ്കിൽ നമുക്ക് ഗ്യാസ് ലോ സപ്ലൈ ആണെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം, പി വി സിക്കൽ ടു എൻ ആർ ടി. ഈ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് പി ഐ, ഐത്ത് കമ്പോണൻറ്റ്. ഇപ്പോൾ എ ആണെങ്കിൽ എൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ ഈ ഏത് ഗ്യാസ് എടുത്താലും ആ സെയിം കണ്ടെയ്നർ ആയതുകൊണ്ട് ഏതൊരു ഗ്യാസിൻ്റെയും വോളിയം സെയിം ആയിരിക്കും, ആ കണ്ടെയ്നറിൻ്റെ വോളിയം ആയിരിക്കും. ആ വോളിയം ഏതൊരു ഗ്യാസിൻ്റെയും എ ആയാലും ബി ആയാലും സി ആയാലും ഡി ആണെങ്കിലും വോളിയം സെയിം ആണ്. 6 ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, അത് സെയിം ആയിരിക്കും. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റിയാക്ഷൻ ടെമ്പറേച്ചറാണ്, റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ അതായിരിക്കും. അതും എല്ലാ ഗ്യാസിനും സെയിം ആയിരിക്കും. ആകെ വ്യത്യാസം വരുന്നത് ആ കണ്ടെയ്നറിനുള്ളിലെ നമ്പർ ഓഫ് മോൾസ്, എൻ ഐ എന്ന് പറയുന്നത്, എൻ എ, എൻ ബി, എൻ സി, എൻ ഡി, ആ നമ്പർ ഓഫ് മോൾസ് ഓരോന്നിൻ്റെയും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ പാർഷ്യൽ പ്രഷർ, ഓരോ ഗ്യാസിൻ്റെയും പ്രഷറിൽ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതാണ് പി ഐ വി ഇസ് ഈക്വൽ ടു എൻ ഐ ആർ ടി എന്ന് എഴുതിയിട്ടുള്ളത്. സബ്സ്ക്രിപ്റ്റായിട്ട് നമുക്കിത് എഴുതാം, അതാണ് സൗകര്യം. പി ഐ വി ഇസ് ഈക്വൽ ടു എൻ ഐ ആർ ടി. അപ്പം അങ്ങനെയാണെങ്കിൽ വി ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും, നമുക്ക് പാർഷ്യൽ പ്രഷറാണ് അറിയേണ്ടത്. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, എൻ ഐ ബൈ വി. എൻ ഐ വി ഇങ്ങോട്ട് വരുമ്പോൾ എൻ ഐ ബൈ വി ഇൻറ്റു ആർ ടി. എൻ ബൈ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് പെർ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. അതായത് കോൺസെൻട്രേഷൻ ടേമാണ് ഉദ്ദേശിക്കുന്നത്, കോൺസെൻട്രേഷൻ. അപ്പോൾ സി ഐ എന്ന് പറഞ്ഞാൽ എഴുതാം. അപ്പോൾ അതായത് ആ ഐ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു ആർ ടി. എ ആണെങ്കിൽ എ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ, ബി ആണെങ്കിൽ ബി എന്ന് പറയുന്നതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഓരോന്നിനും നമുക്ക് ഈ ടേമിലേക്ക്, കോൺസെൻട്രേഷൻ ടേമിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, കെ പി സി ഈക്വൽ ടു, ഇതിന് പകരം നമുക്ക് എഴുതാം സി എ ആർ സി സി ആർ ടി ഓൾ റേസ് ടു, പി സിക്ക് മാത്രമാണ് സി സി ആർ ടി, പിന്നെ ഓൾ റേസ് ടു സി. അപ്പോൾ ഇതിനെന്ത് എഴുതാം, സി ഡി ആർ ടി റേസ് ടു ഡി, സി ഡി ആർ ടി റേസ് ടു ഡി ഡിവൈഡഡ് ബൈ, ഇവിടെ എന്ത് എഴുതാം, സി എ ആർ ടി റേസ് ടു എ, ഇതിന് പകരം സി ബി ആർ ടി റേസ് ടു ബി. ഇതിൽ ആർ ടി എല്ലാത്തിലും കോമൺ, മുകളിൽ കോമൺ ആണ്. അപ്പോൾ ആർ ടി നമ്മൾ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പവറുകൾ ആഡ് ചെയ്താൽ മതി, സി പ്ലസ് ഡി ആയിരിക്കും. ഇവിടെ നമ്മൾ ആർ ടി കോമൺ എടുത്തു കഴിഞ്ഞാൽ പവർ ആഡ് ചെയ്താൽ മതി, എ പ്ലസ് ബി ആയിരിക്കും. ഇനി ആർ ടി റേസ് ടു എ പ്ലസ് സി പ്ലസ് ഡി ഡിവൈഡ് ബൈ ആർ ടി റേസ് ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം പവർ, സെയിം ടേമിൻ്റെ പവർ ആകുമ്പോൾ നമ്മൾ അത് മൈനസ് ചെയ്താൽ മതി. ഈ ബാക്കിയുള്ള ടൈം ഇവിടെ എന്താണ്ടാവുക, സി സി റേസ് ടു സി ഉണ്ടാവും, സി സി റേസ് ടു സി ഉണ്ടായിരിക്കും, അതുപോലെ സി എ റേസ് ടു എ ഉണ്ടായിരിക്കും, സി ബി റേസ് ടു ബി ഉണ്ടായിരിക്കും, സി ഡി റേസ് ടു ഡി ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ കിട്ടുക. സി ഈക്വൽ ടു സി സി റേസ് ടു സി, സി ഡി റേസ് ടു ഡി ഡിവൈഡ് ബൈ സി എ റേസ് ടു എ, സി ബി റേസ് ടു ബി ഇൻറ്റു ആർ ടി റേസ് ടു സി പ്ലസ് ഡി മൈനസ് എ പ്ലസ് ബി.
ഇതായിരിക്കും. അതായത് C+D എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? C+D എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ്. AB എന്ന് പറഞ്ഞാലോ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് നോക്കുക, CC റേഷ്യോ. C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് C ആണ്. കോൺസെൻട്രേഷൻ ഓഫ് C എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കാം. സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുകയാണെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് C⁻C, അതുപോലെ സ്ക്വയർ ബ്രാക്കറ്റിൽ D⁻D എന്ന് പറഞ്ഞാൽ അത് ഈ ടേം തന്നെ വരും. അപ്പോൾ ഈ ഭാഗത്തെ നമുക്ക് KC എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ അതാണ് അടുത്ത നമ്മൾ പറയുന്നത്. KP is equal to C⁻C D⁻D divided by A⁻A B⁻B. അങ്ങനെ എഴുതാം. സ്ക്വയർ ബ്രാക്കറ്റ് ടേംസിൽ എഴുതാം കോൺസെൻട്രേഷൻ. അതുപോലെ RT ഈ മൈനസ് C+D എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ്. അതായത് ഇത് ഡെൽറ്റ എൻ ആണ്. ഇത് നമുക്ക് എന്ത് എഴുതാം? ഇത് നമുക്ക് പരിചയമുള്ളതാണ്. KC ആണിത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? KP is equal to KC into RT⁻Δn. G എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണെന്നുള്ള ഒരു ഇതിലാണ് പറയുന്നത്. KP is equal to KC into RT⁻Δn, where delta n is the change in number of moles of products and reactants. അത് ഏതൊക്കെയാവാം? നമുക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എൻതാൽപ്പിയും ഇന്റേണൽ എനർജിയും തമ്മിലുള്ള റിലേഷനിൽ ഡെൽറ്റ എൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഡെൽറ്റ എൻ 0 ആവാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആവാം. അപ്പോൾ ഇതാണ് തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ KP is equal to KC into RT⁻Δ. ഇത് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. KP is equal to KC into RT⁻Δn. KP is equal to KC into RT⁻Δn. ഇതിൽ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കുകയാണ്. നമുക്ക് പരിചയമുള്ള ഇക്വേഷൻ. ഹൈഡ്രജനായിട്ട് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആയിട്ട് ഉണ്ടാകുന്നു. ഇവിടെ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ KP ആൻഡ് KC? ഇതിൽ ഏതാണ് വലുതെന്നുള്ളതാണ് ചോദ്യം. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ്. ഇപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 മോളാണ് അത്. ഇവിടെ വേറെ ഒന്നുമില്ല പ്രോഡക്റ്റ്. റിയാക്റ്റൻസ് ഇവിടെ ഹൈഡ്രജൻ അയഡിനാണ്. ഹൈഡ്രജൻ്റെ നമ്പർ ഓഫ് മോൾസ് 1 ആണ്. ഇവിടെ അയഡിൻ്റെ നമ്പർ ഓഫ് മോൾസും 1 തന്നെ. 1 + 1 2. ഇവിടെയും 2 ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് റിയാക്റ്റ് എന്ന് പറഞ്ഞാൽ 2 - 2 വരും. 2 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. അപ്പോൾ ഇത് 0 ആണ്. ഇത് 0 കഴിഞ്ഞാൽ RT⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് KP is equal to KC. ഈ കേസിൽ KPയിൽ എക്സ്പ്രസ് ചെയ്താലും KCയിൽ എക്സ്പ്രസ് ചെയ്താലും സെയിം ആയിരിക്കും. ഇനി വേറെ ഇക്വേഷൻ നോക്കുക. N2 + 3H2 gives 2NH3. അമോണിയ പ്രിപ്പറേഷനിലെ ഇക്വേഷനാണ്. ഇതിൽ നമ്പർ മോൾസ് 2 ആണ്. ഇവിടെ നമ്പർ മോൾസ് നമുക്ക് നോക്കാം. 2 ടേംസ് ഉണ്ട്. ഇവിടെ 1, ഇവിടെ 3, 4 ആണ്. അപ്പോൾ 2 - 4 എന്ന് പറഞ്ഞാൽ -2 ആയിരിക്കും കിട്ടുക. ഡെൽറ്റ n -2 ആയിരിക്കും. അപ്പോൾ അതായത് ഇവിടെ -2 പറഞ്ഞാൽ KC ഡിവൈഡഡ് ബൈ RT⁻Δn വരും. അപ്പോൾ അതായത് ഈ കേസിലെ KC ആണ് വലുത്. ഇനി അടുത്തൊരു ഇക്വേഷൻ നോക്കുക. CaCO3 gives CaO + CO2. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാണ് ഗ്യാസ് ഉള്ളൂ. കാൽസ്യം ഓക്സൈഡ് സോളിഡ് ആണ്, കാൽസ്യം കാർബണേറ്റ് സോളിഡ് ആണ്. അപ്പോൾ ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമ്പർ ഓഫ് മോൾസ് മാത്രമേ നമ്മൾ എടുക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ ഡെൽറ്റ n is equal to 1 ആയിരിക്കും. അപ്പോൾ ഇതിൽ പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് KP ആയിരിക്കും ഈ കേസിൽ വലുതാവുക. അപ്പോൾ എന്നത് നമ്മൾ ഈ കാര്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്, KPയും KCയും തമ്മിലുള്ള റിലേഷൻ. അതുപോലെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ലോ KP പാർഷ്യൽ പ്രഷറിൻ്റെ ടേംസിലും കോൺസെൻട്രേഷൻ ടേമിലും എഴുതാനായിട്ട് അറിയണം. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.